കഴിഞ്ഞ ദിവസം നവ്യയുടെ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ച ചെയ്തിരുന്നു. നവ്യയുടെ മറുപടിയാണ് ഇതിന് കാരണമായത്. പരിപാടിക്കെത്തിയ നവ്യയുടെ പേരിൽ അച്ചടിച്ച ബുക്ക്ലെറ്റ് വായിക്കുകയായിരുന്നു. ബുക്ക്ലെറ്റിൽ തന്നെക്കുറിച്ച് തെറ്റായി എഴുതിയത് സഹിക്കാൻ കഴിയാതെ നവ്യ വേദിയിലെത്തി മറുപടി പറയുകയായിരുന്നു. ഒരു വിഷമം എനിക്ക് സംഘാടകരോട് പറയാനുണ്ട്. എൻ്റെ പേരിൽ എഴുതിയ ബുക്ക്ലെറ്റ് ഞാൻ കണ്ടു. എൻ്റെ മകൻ സായിയെ കൂടാതെ യാമിക എന്ന പേരുള്ളൊരു മകൾ കൂടിയുണ്ടെന്ന് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബത്തോട് എന്ത് മറുപടിയാണ് പറയേണ്ടത്? എൻ്റെ മകനോട് ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങൾ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്നെക്കുറിച്ച് വിക്കിപീഡിയ നോക്കിയാൽ അറിയില്ലേ വിവരങ്ങൾ? പിന്നെ ഒരു സന്തോഷവാർത്തയുണ്ട്. ഞാൻ അഭിനയിക്കാത്ത ചിത്രങ്ങളുടെ പട്ടികയുണ്ട് പോസ്റ്റിൽ. അത് പോട്ടെ എന്ന് വയ്ക്കാം. എൻ്റെ കുടുംബം യാമിക എന്ന കുട്ടിയെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയുക? എൻ്റെ മകൻ ഇതേക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തീരെ അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ജന്മം കൊടുക്കാത്ത കുട്ടിയുടെ മാതൃത്വം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അങ്ങനെയൊരു കുട്ടിയെ ഞാൻ പ്രസവിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെയൊരു മകളില്ല. എനിക്ക് സായി എന്നു പേരുള്ളൊരു മകൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ കുട്ടിയില്ല. ഇങ്ങനെ വിഡ്ഢിത്തം എഴുതരുത്. അറിയില്ലെങ്കിൽ ചോദിക്കണം. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലെങ്കിലും അറിയാമായിരുന്നല്ലോ. ഇത് മറ്റേതോ നടിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്, എന്നെക്കുറിച്ചുള്ള വിവരങ്ങളല്ല എന്ന് നവ്യ നായർ എടുത്തു പറയുന്നു. തൻ്റെ വ്യക്തിഗത വിവരങ്ങൾ തെറ്റായി കൊടുത്ത സംഘാടകരോട് പരിഭവം അറിയിക്കവെയാണ് നവ്യ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയായിരുന്നു. എന്താണ് ഈ സംഘാടകർ ചെയ്തതെന്നും ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തുമ്പോൾ അതിൻ്റെ മിനിമം കാര്യങ്ങൾ തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ ചെയ്യേണ്ടേ എന്നിങ്ങനെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഇതിൽ പരിഭവം അറിയിച്ചു കൊണ്ടാണ് നവ്യ നായർ ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഒരു പക്ഷേ നവ്യ ആ ബുക്ക്ലെറ്റ് വായിക്കുമെന്ന് സംഘാടകർ കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിക്കാതെ ഇങ്ങനെയൊക്കെ എഴുതിയത് എന്നാണ് ആരാധകർ. ഒരു കാര്യത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്.